ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസിലേക്ക് നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുവാൻ അതിയായ സന്തോഷമുണ്ട്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. എന്നോ നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി, ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി തന്ന നിന്നുന്നത കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ തക്കോണം അടിയങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ട് നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മഹത്വമുള്ള ശുശ്രൂഷ അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഇത് പങ്കെടുക്കുവാനായി കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ തക്കോണം എളിയ ശുശ്രൂഷയോട് സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തിരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ മഹത്വം മഹിമയും ലോകത്തിനെ മനസ്സിലാക്കുവാനും അങ്ങേ രുചിച്ചറിയുവാനും തക്കതിനുണ്ണം ഈ എളിയ ശുശ്രൂഷയിലൂടെ അങ്ങ് സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെ ഓർക്കണമേ. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയിലേക്ക് കൊണ്ട് ഈ മഹത്വമുള്ള ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണെന്ന് യേശു അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണെന്ന്. ആമേൻ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക്, ഈ ബൈബിൾ ക്രൗൺ 26 ക്വിസ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം ചെയ്യുക. ആദ്യമായി നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടുത്തട്ടെ. ഇത് മിസ്റ്റർ രാജീവ് വർഗീസ്, എൻ്റെ പ്രിയ ഭക്തിയാണ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ലേഡീസ് വിങ്ങിൻ്റെ ചുമതല വഹിക്കുന്നു. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ മഹത്വമുള്ള ശുശ്രൂഷയിൽ എൻ്റെ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ഡോക്ടർ എമി, ഈ ശുശ്രൂഷയിൽ വളർന്ന സഹോദരിയാണ്, ഇപ്പോൾ ഡോക്ടറാണ്. ഈ എപ്പിസോഡിൽ ജഡ്ജായിട്ട് വരുവാൻ തക്കവണ്ണം ഡോക്ടർ എമി കടന്നു വന്നിരിക്കുന്നു. ഞാൻ കർത്തൃനാമത്തിൽ രണ്ടുപേരെയും സ്വാഗതം ചെയ്തു. അടുത്തതായിട്ടുള്ള ഇന്നത്തെ മത്സരാർത്ഥികളാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് മറിയക്കുട്ടി വർഗീസ്. ഞാൻ വഴുതക്കാട് ശാലയം മർത്തോമ ഇടവകയുടെ മെമ്പറാണ്. എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമുണ്ടായിരുന്നു ഇവിടുത്തെ കോമ്പറ്റീഷന് ചേരണമെന്ന്. ഇവിടെ വരുവാൻ സാധിച്ചതിൽ ദൈവത്തിന് അതിയായി നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന വേൾഡ് ടു വേൾഡ് ഭാരവാഹികളോടും മറ്റെൻ്റെ സുഹൃത്തുക്കളോടുമുള്ള നന്ദി പറയുന്നു. മിസസ് മറിയക്കുട്ടി വർഗീസ് നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിരുന്നു, പങ്കെടുത്തിരുന്നു. അതെ, ആ അനുഭവത്തിലാണ് ഇപ്പോൾ വീണ്ടും കടന്നു വരുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ? വീട്ടിൽ ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡ് റെയിൽവേ ആൻഡ് ആർമി റിട്ടയർഡാണ്. 4 പെൺകുഞ്ഞുങ്ങൾ, 4 പേരും 4 സ്ഥലങ്ങളിൽ കുടുംബസ്ഥരായിട്ടും ജോലി ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാൽ അവരൊക്കെ ആയിരിക്കുന്നിടത്ത്. അപ്പോൾ നിങ്ങൾ രണ്ടും തന്നെ ഉള്ളൂ ഇപ്പോഴും? ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ. മോളെ മണ്ണന്തലയുണ്ട്, അവൾ ബാങ്ക് മാനേജർ. അവളുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങൾ അങ്ങോട്ട് പോകും, അവിടെ ഇങ്ങോട്ട് പോകും. ദൈവം നടത്തുന്നു കൃപയാൽ. ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉണ്ട്. ഞങ്ങൾ ഇടവ മിഷന് ഞാൻ വികസന സംഘത്തിൻ്റെ സെക്രട്ടറി. അപ്പോൾ പാവങ്ങൾക്കൊക്കെ വല്ല ഇതൊക്കെ ചെയ്യാനൊക്കെ സാധുക്കളായിട്ടുള്ള, പ്രത്യേകിച്ച് പിന്നെ പാവങ്ങളായ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുവാനുള്ള പദ്ധതികൾ ഈയിടെയായിട്ട് ഞങ്ങൾ ചെയ്തത് തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുത്ത്, അങ്ങനെ പിന്നെ തയ്യൽ പരിശീലന കേന്ദ്രം തുടങ്ങി. അതിൽ കുറച്ച് കുട്ടികൾ പഠിച്ച് അവർ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള എത്ര കുട്ടികളെയാണ് തയ്യൽ പരിശീലന കേന്ദ്രം? അത് ഞങ്ങളൊരു പിന്നെ സ്ഥലം എടുത്തിട്ട് അവർ തന്നെ അത് ചെയ്തിട്ട് ഞങ്ങൾ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കും, ടീച്ചറിനുള്ള സപ്പോർട്ട്. അപ്പോൾ അത് എത്ര മാസത്തെ ഉള്ള ട്രെയിനിങ് ആണ്? 3 വർഷത്തേക്ക് ഉള്ള സപ്പോർട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അവർ തന്നെ അത് അപ്പോൾ ഒരു വ്യക്തി അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം പഠിക്കണമെന്നാണോ? അങ്ങനെയല്ല, പഠിച്ചിട്ട് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി പോകാൻ വേറെ കുട്ടികളുണ്ട്. അത് എത്ര നാൾ പഠിക്കണം? ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ എത്ര നാൾ അവിടെ ട്രെയിനിങ് എന്ന് പറയണം? 6 മാസം. അത് കഴിഞ്ഞ് നാം അവർക്ക് ഒരു മെഷീൻ വാങ്ങിച്ചു കൊടുക്കും. എല്ലാവർക്കും മെഷീൻ 7-8 മെഷീൻ മേടിച്ചു കൊടുത്ത് ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അത് അവർ ഉപയോഗിച്ചിട്ട് അത് അവർ തന്നെ എടുത്തോളാം പറഞ്ഞു. നമ്മൾ തിരിച്ചെടുത്തോളാം. ഞാനിങ്ങനെ ഒരു ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് ചോദിച്ചിരുന്നു.
6 മാസം ഇതുപോലെ ഒരു കോഴ്സ് നടത്തിയിട്ട് അതിനു മുമ്പേ പുഞ്ചക്കരി എന്ന സ്ഥലത്ത് അത് ഇതുപോലെ വലിയൊരു പ്രൊജക്റ്റായിരുന്നു. അന്ന് ഭരതമാസ് തിരുമേനി ഉദ്ഘാടനം ചെയ്ത് അത് നല്ല രീതിയിൽ പോയി. 14 ബാച്ച് കുട്ടികൾ പഠിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തവരെല്ലാം വിവിധ ഇടങ്ങളിൽ ഇതേ തൊഴിൽ ജീവിക്കുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, സജീവമാണ്. ഓക്കെ, വളരെ നല്ല കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. റൈറ്റ്. എൻ്റെ പേര് അജിറ്റോ തോമസ്. ഞാൻ കൊല്ലം ജില്ലയിലെ കുണ്ട്ര പെരുമ്പുഴയിൽ നിന്ന് വരുന്നു. പെരുമ്പുഴ സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഓർത്തഡോക്സ് ഇടവാംഗമാണ്. മുൻപ് 2023 ഈ ക്വിസ് കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുത്തതാണ്. വീണ്ടും ഒരവസരം ദൈവം എനിക്ക് നൽകി. ഈ ക്വിസിൽ തുടർന്നുള്ള റൗണ്ടുകളിൽ മികച്ച പ്രകടനം നടത്തി അടുത്ത റൗണ്ടുകളിലേക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2023 കഴിഞ്ഞ ശേഷം താങ്കൾക്ക് വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. 23 വരുമ്പോൾ ഞാൻ വിവാഹിതനല്ലായിരുന്നു. അതൊരു വലിയ മാറ്റമാണ്. ഇന്നിപ്പം വിവാഹിതനാണ്. അതെ, ഒരു മകളുടെ പിതാവുമാണ്. വെരി ഗുഡ്. ഓക്കെ. വീട്ടിൽ വൈഫ്, മോള്, പപ്പ, മമ്മി, സഹോദരൻ. വൈഫിൻ്റെ വീട്ടിൽ പപ്പ, മമ്മി. അതുപോലെ ഞാൻ വനംവകുപ്പിൽ ജോലി ചെയ്യുന്നു. വനംവകുപ്പിൽ ജോലി ചെയ്യുന്നു. പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷമായി ഇടവകയുടെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. മറ്റ് ആത്മീയ കാര്യങ്ങളിലൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന സംഭാവനകളൊക്കെ നൽകാൻ മാക്സിമം ചെയ്യുന്നുണ്ട് ഇടവകയിൽ. അങ്ങനെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. വെരി ഗുഡ്. ഇടവകയ്ക്ക് പുറത്തോട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വരണം. ഞാനും ഓർത്തഡോക്സ് സഭയപ്പെടുന്ന ആളാണ്. അപ്പം ഞാനും പള്ളിയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നിട്ട് വ്യക്തിയാണ്. അപ്പോൾ എത്രമാത്രം ഒരു സെക്രട്ടറിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ നാം കർത്താവിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രവർത്തിക്കുവാൻ കൊണ്ടുള്ള വഴികളും വാതിലുകളും കണ്ടെത്തണം. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലിജു തോമസ്. കൊല്ലം ജില്ലയിലെ മുഖത്തല ആണ് സ്വദേശം. മുഖത്തല സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവകാംഗം. കഴിഞ്ഞ തവണ വേർഡ് ടു വേൾഡ് ടെലിവിഷനിൽ നടത്തിയ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. ഈ വർഷവും പങ്കെടുക്കാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന തുടർന്നുള്ള റൗണ്ടുകളിലൊക്കെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ തവണ ഇവിടെ പങ്കെടുത്തിരുന്നു. അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ് ഇവിടെ അജിറ്റോ പറഞ്ഞതുപോലെ വന്നപ്പോൾ കഴിഞ്ഞ തവണ ഞാനും മാരീഡ് ആയിരുന്നു, കുഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും കുഞ്ഞുണ്ട്, ഒരു മോള്. പ്രോഗ്രസ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. മോള് 2 വയസ്സ്. തീർച്ചയായിട്ടും. സ്വദേശം കൊല്ലം ജില്ലയിലെ മുഖത്തല സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവക. വീട്ടില് പപ്പ, അമ്മ, വൈഫ്, കുഞ്ഞ്. വൈഫിൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, അനിയത്തിയുണ്ട്. ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ ശുശ്രൂഷ തലത്തിൽ കൊല്ലം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഒരു സാക്ഷ്യമെന്ന കണക്ക് തന്നെ ആദ്യമേ പറയട്ടെ, കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു മേഖലാ സെക്രട്ടറി ആയിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട സാറ് ചോദിച്ചു കൊല്ലം ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആണോ എന്ന്. ഞാൻ തിരുത്തി പറഞ്ഞു, അതല്ല, ഞാൻ മേഖലാ സെക്രട്ടറി മാത്രമാണ്. പക്ഷേ ദൈവനിയോഗത്താൽ ഇപ്പോൾ കൊല്ലം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. വെരി ഗുഡ്. സന്തോഷം. അങ്ങനെ പോകുന്നു. യുവജന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയാണ്. അതെ. മേഖലാ സെക്രട്ടറിയിൽ നിന്ന് ജില്ലാ സെക്രട്ടറിയിലേക്ക് ഭദ്രാസനത്തിൻ്റെ ചുമതലയിലേക്ക്. അപ്പോൾ താങ്കൾ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനത്തിൽ ഈ ക്വിസ് കോമ്പറ്റീഷൻ ഒന്ന് പങ്കെടുത്തതിന് ശേഷം എന്തെങ്കിലും അതിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം സാറ് കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ യുവജനങ്ങളൊക്കെ ഈ ആത്മീയ മേഖലകളിൽ നിന്ന് കുറേയേറെ പതറിപ്പോകുന്നു എന്ന്. അപ്പം അതിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് കൊല്ലം ഭദ്രാസന യുവജന പ്രസ്ഥാനം ഒരു ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതിന് സാധിച്ചു. അതായത് ഓരോ ഞായറാഴ്ചയിലും വേദപുസ്തകത്തിലെ ഓരോ 5 അധ്യായങ്ങൾ വെച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയ ആ യാത്ര ഇപ്പോൾ 2 ദിനവൃത്താന്ത പുസ്തകം വരെ എത്തി. അതായത് ഏകദേശം 1.5 കൊല്ലമായിട്ട് ഞങ്ങളതിങ്ങനെ കൊണ്ടുപോകുന്നു. ഗൂഗിൾ ഫോം വഴി മത്സരം സംഘടിപ്പിച്ച് 3 വിഭാഗങ്ങളിലായി, യൂത്ത്, സീനിയർ, സൂപ്പർ സീനിയർ വിഭാഗങ്ങളായി മത്സരം നടത്തുകയും. അതെ, 5 അധ്യായം വെച്ചാണ് ഒരു ആഴ്ചയും നടത്തുന്നത്. എത്ര പേര് പങ്കെടുക്കാറുണ്ട്? ഒരു ആവറേജ് 60 പേര് പങ്കെടുക്കുന്നുണ്ട് മൊത്തത്തിൽ. അതെ. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയെങ്കിലും വായിക്കുമല്ലോ വേദപുസ്തകം അല്ലേ? സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടോ? സമ്മാനങ്ങൾ വീക്ക്ലി വിന്നേഴ്സിന്റെ നമ്മൾ ഫോട്ടോ വെച്ച് കൊടുക്കും. ഇയർലി വാർഷിക സമ്മേളനത്തിന് സമ്മാനങ്ങൾ കൊടുക്കും, ഓരോ കാറ്റഗറി. കൂടുതലായിട്ട് വളർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. യെസ്. എൻ്റെ പേര് മേരുകുട്ടി പണിക്കർ. ഞാൻ കൊല്ലം ജില്ലയിൽ കിഴക്കേക്കല്ലടയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ബൈബിൾ ക്വിസിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആകാൻ ദൈവം എന്നെ സഹായിച്ചു. തുടർന്നും ഈ ബൈബിൾ ക്വിസിന് പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മേരിക്കുട്ടി പണിക്കർ ആദ്യമായിട്ടാണ്? അതെ, ആദ്യമായിട്ടാണ്. അതെ, പറഞ്ഞാട്ടെ. ഈസ്റ്റ് കല്ലടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവിടുത്തെ അസംബ്ലീസ് ഗോഡ് ചർച്ചിലെ മെമ്പറാണ്. അതെ, ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ വിശ്വാസത്തിലാണ് പ്രവർത്തിക്കുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡ് 10-20 വർഷങ്ങൾ ദുബൈയിലായിരുന്നു. ഇപ്പം നാട്ടിലുണ്ട്. ഞാൻ ഹൗസ് വൈഫാണ്. 2 പെൺമക്കളുണ്ട്. അവരുടെ വിവാഹം കഴിഞ്ഞ് 2 പേർക്ക് ഈ 2 മക്കളുണ്ട്. അവരും കൃപയാൽ പോകുന്നു. ചർച്ചിൻ്റെ പൊതുപ്രവർത്തനങ്ങളിലും സുശേഷീകരണ പ്രവർത്തനങ്ങളിലെല്ലാം പോകുന്നുണ്ട്, സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓക്കെ. മത്സരത്തിൻ്റെ ഘടന എന്ന് പറയുമ്പോൾ ഇവർക്ക് 3 പേർക്കും അറിയാം, എങ്കിലും എല്ലാവരും ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് മറന്നില്ലേ, 2 വർഷമൊക്കെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആദ്യമേ നമുക്കറിയാവുന്നതുപോലെ 4 റൗണ്ട്സാണ് ഈ മത്സരത്തിനുള്ളത്. ആദ്യത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, പിന്നെ അത് പഴയ നിയമം, ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട് പുതിയ നിയമം, പിന്നെ ടെസ്റ്റിമണി റൗണ്ട് സാക്ഷ്യ റൗണ്ട്, അവസാനമായിട്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. പെട്ടെന്ന് നമ്മൾ പറയുന്നത് എടുത്തിട്ട് പെട്ടെന്ന് വായിക്കണം. അപ്പോൾ ഇങ്ങനെ 4 റൗണ്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ആദ്യത്തെ 2 റൗണ്ടിനും മത്സരിക്കുമ്പോൾ ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതം ഉണ്ടാവും. ആ ചോദ്യത്തിന് മറുപടി തരാൻ കഴിയുന്നില്ലെങ്കിൽ പാസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസവുമില്ല. പക്ഷേ നമ്മൾ പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ -2 മാർക്കുണ്ടാവും. റൈറ്റ്? പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, മാർക്ക് കുറയില്ല. പക്ഷേ നമ്മൾ പറയുന്ന ഉത്തരം ശരിയല്ലെങ്കിൽ -2 മാർക്സ്. അത് അടുത്ത ആൾക്ക് പാസ് ചെയ്യും. ആ ആളത് ശരിയായിട്ട് പറയുകയാണെങ്കിൽ 4 മാർക്ക് ലഭിക്കും. റൈറ്റ്? അപ്പോൾ അങ്ങനെ ഒരു ഘടനയുണ്ട് നമ്മുടേതായിട്ടുള്ള ചോദ്യങ്ങൾക്ക്. ഓരോ ടെസ്റ്റിമണി റൗണ്ടിനും 5 മാർക്കാണ്. അതോടൊപ്പം തന്നെ റാപ്പിഡ് റീഡിംഗ് റൗണ്ടിന് 2 മാർക്കാണ് കൃത്യമായിട്ട് എടുത്ത് വായിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മത്സരത്തിൻ്റെ ഘടന. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം ഉണ്ടോ മിസ് മറിയക്കുട്ടി? ഓക്കെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. നിങ്ങളൊക്കെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് മുൻപോട്ട് പോകാനൊരു വലിയ പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. വിൽ സ്റ്റാർട്ട് വിത്ത് മിസ് മറിയക്കുട്ടി വർഗീസ്. ബാബേൽ എന്ന പേര് എങ്ങനെയുണ്ടായി? ഷിനാർ ദേശത്ത് വെച്ച് അവരെ ഗോപുരം പണിയാൻ, ആകാശത്തോളം മുട്ടുന്ന ഗോപുരം പണിയാൻ വിചാരിച്ചു. അവിടെ വെച്ച് ദൈവം അവരുടെ ഭാഷ കലക്കി കളഞ്ഞു. അങ്ങനെയാണ് അവരുടെ ബാബേൽ എന്ന പേര് വന്നത്. വളരെ ശരിയായ മറുപടിയാണ്. മിസ്സസ് മറിയക്കുട്ടി വർഗീസിന് 5 മാർക്ക്. 5 മാർക്സ് ഫോർ മിസ് മറിയക്കുട്ടി വർഗീസ്. ഓൾറൈറ്റ്? ഓക്കെ. അജിത്തോ, ആർ യു റെഡി? റെഡി സർ. റെഡീസ്. ഓക്കെ. ഇയ്യോബിൻ്റെ പരീക്ഷണകാലം കഴിഞ്ഞ് അവൻ എത്ര കാലം ജീവിച്ചിരുന്നു? 40. വളരെ തെറ്റായ ഉത്തരമാണ്. -2 മാർക്സ്. യെസ്, ലിജു, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? ലിജുവിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. യെസ്, 140 വർഷം. ശരിയായ മറുപടിയാണ്. 140 years, 140 വർഷം പരീക്ഷണകാലം കഴിഞ്ഞ് ഇയ്യോബ് ജീവിച്ചിരുന്നു. സോ ഷീ ഗെറ്റ്സ് 4 മാർക്സ്. മേരിക്കുട്ടി പണിക്കറിന് 4 മാർക്ക്. ഓക്കെ, ഓൾ റൈറ്റ്. അടുത്ത ചോദ്യം ലിജു തോമസിനോടാണ്. റെഡി? ശിപ്രായും പൂവായും ആരായിരുന്നു? എബ്രായ തിറമുള്ള സ്ത്രീകൾ. എന്തോ? എബ്രായരിലെ തിറമുള്ള സ്ത്രീകൾ, അതായത് മോശയുടെ സമയത്ത് പ്രസവം എടുക്കുന്ന സ്ത്രീകൾ. യു കം ടു ദാറ്റ്. ഒരു എബ്രായ സ്ത്രീകളായിരുന്നു. അതെ, റൈറ്റ്. ഓക്കെ, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ? അതെ അതെ. പ്രസവം എടുക്കുന്ന സ്ത്രീകളെ നമ്മൾ സൂതികർമ്മികളെന്നാണ് വിളിക്കുന്നത്. അതാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മോശയുടെ കാലത്തെന്ന് പറയുമ്പോൾ ഇത് അവരുടെ മിസ്രൈമ്യ പ്രവാസിൽ ആയിരുന്നപ്പോൾ ഉള്ള കാര്യമാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ലിജു തോമസിന് 5 മാർക്സ്. അടുത്തായിട്ട് മേരിക്കുട്ടി പണിക്കരാണ്. റെഡി?
റെഡിയാണ്. യെരുശലേമിൻ്റെ വാതിലുകൾക്ക് പുറത്ത് അവനെ വലിച്ചെറിഞ്ഞ് ഒരു കഴുതയെ കുഴിച്ചിടുന്നത് പോലെ അവനെ കുഴിച്ചിടുമെന്ന് യഹോവ യിരെമ്യാവിലൂടെ അരുളി ചെയ്തത് ആരെക്കുറിച്ചാണ്? അറിയാമെങ്കിൽ പാസ് എന്ന് പറയാം. എന്തോ സിദെക്കിയാവ്. ഉത്തരം വളരെ തെറ്റാണ്. -2 മാർക്സ് ഫോർ മേരിക്കുട്ടി പണിക്കർ. ഇനി അടുത്ത ചാൻസ് വരുന്നത് മിസ്സസ് മറിയക്കുട്ടി വർഗീസിനാണ്. ഉണ്ടോ അതോ പാസ്സാണോ? ഊഹാപോഹങ്ങൾ വേണ്ട. മൈനസ് ഇങ്ങനെ വാതിൽ നിൽപ്പുണ്ട്. വെരി ഗുഡ്. അത് ബുദ്ധിപരമായ ഒരു നീക്കമാണ്. അജിത്തോ? ബാലാഖ്. പ്ലീസ് -2 മാർക്സ്. ബാലാഖ് എവിടെ കിടക്കുന്നു? വളരെ ദൂരെയാണ്. ഓൾറൈറ്റ്. ഇനിയും വല്ലതും ഉണ്ടോ? അതാണ് ബുദ്ധിപരമായ ഒരു നീക്കം. ലിജു വളരെ ബുദ്ധിപരമായിട്ട് പിന്മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറിയക്കുട്ടിയും അല്ലേ? അപ്പോൾ നിങ്ങൾ അറിയണ്ടേ? യഹോയാക്കീം അറിയാമോ? യിരെമ്യാപ്രവചനം 22-ാം അധ്യായം 19-ാം വാക്യത്തിലുണ്ട്. സംശയം അതാ പറഞ്ഞു. അപ്പോൾ സാരമില്ല, നമുക്ക് അടുത്ത് ചൊല്ലി പിടിക്കാം. ഓൾ റൈറ്റ്. സോ ദാറ്റ് ബ്രിങ്സ് us to the end of ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. പഴയ നിയമ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓക്കെ. അപ്പോൾ അടുത്തത് റൗണ്ട് ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടാണ്. അത് മിസ് മേരിക്കുട്ടി പണിക്കലിലൂടെ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. വളരെ യെസ്, വളരെ എളുപ്പമായിട്ടൊരു ചോദ്യമാണ്. പെട്ടെന്ന് പറയാൻ കഴിയുന്നൊരു ചോദ്യമാണ്. അഥവാ തെറ്റിപ്പോയെങ്കിൽ ലിജു തോമസിന് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ക്വസ്റ്റ്യൻ ഞാൻ 2 പ്രാവശ്യം പറയുകയില്ല, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓൾറൈറ്റ്. ഇയേഴ്സ് ഓപ്പൺ. യേശുവിൻ്റെ ജനനത്തിങ്കൽ ബേത്ലഹേമിൽ 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ കൊല്ലുമെന്ന് പ്രവചിച്ച പഴയ നിയമ പ്രവാചകൻ ആരാണ്? പാസ്സാണോ യെസ് ആണോ? യെസ്. ലിജു തോമസ്. യിരെമ്യാവ്. ശരിയായ മറുപടിയാണ്. ആൻസർ ഈസ് റൈറ്റ്. യിരെമ്യാവ്. സോ 4 മാർക്സ് ഫോർ ലിജു തോമസ്. അതാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ച് കേട്ടോളൂ. എനിക്കറിയാൻ ലിജുവിന് അതിൻ്റെ മറുപടി അറിയാവും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചല്ലോ. റൈറ്റ്, വെരി ഗുഡ്. പുതിയ ചോദ്യമാണ്. അടുത്ത ചോദ്യവും താങ്കൾക്ക് തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ്. ആത്മാവിൽ ദരിദ്രരായവർക്ക് എന്ത് പ്രതിഫലമാണ് യേശു വാഗ്ദത്തം ചെയ്യുന്നത്? സ്വർഗരാജ്യം അവർക്കുള്ളത്. എക്സാക്ട്ലി റൈറ്റ്. അഗൈൻ 5 മാർക്സ് ഫോർ ലിജു തോമസ്. ഗുഡ്. മൂന്നാമത്തെ ചോദ്യം മിസ്റ്റർ അജിത്തോ തോമസിനോടാണ്. വളരെ എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമാണ്. ചോദിക്കട്ടെ. സ്തേഫാനോസിന്റെ അവസാന വാക്കുകൾ എന്തായിരുന്നു? പാസ് ആണോ? മറിയക്കുട്ടി പറയീസ്. കർത്താവേ, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത്. യെസ്, എക്സാക്ട്ലി ദ സെയിം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 60. റൈറ്റ്. ഷീ ഗെറ്റ്സ് 4 മാർക്സ്. 4 മാർക്കാണ്. ഓക്കെ, വെരി ഗുഡ്. നാലാമത്തെ ചോദ്യവും മറിയക്കുട്ടിയോട് തന്നെയാണ്. വളരെ എളുപ്പമാണ്. മറിയക്കുട്ടിക്ക് ഇത് ഈസിയായിട്ട് പറയാവുന്ന ചോദ്യമാണ്. ഓക്കെ. 4000 പുരുഷന്മാർ ഉൾപ്പെടുന്ന ജനസമൂഹം ഭക്ഷണമില്ലാതെ യേശുവിൻ്റെ സന്നിധിയിൽ എത്ര ദിവസം ഇരുന്നപ്പോഴാണ് യേശു അവർക്ക് ഭക്ഷണം നൽകിയത്? 2 നാള്. യെസ്, ഉത്തരം വളരെ തെറ്റാണ്. -2 മാർക്സ്. അടുത്തതായിട്ട് അവിടുന്ന് തുടങ്ങാം. ഉണ്ടോ? അതിന് മറുപടി ഉണ്ടോ? 3 ദിവസം. 3 ദിവസം. ഉത്തരം വളരെ ശരിയാണ്. 3 ദിവസമാണ് ഇത്, 2 അല്ല. 1 ദിവസം കൂടെ അവരവിടെ ഇരുന്നു. യെസ്. സോ മേരിക്കുട്ടി പഠിക്കുക ഗെറ്റ്സ് 4 മാർക്സ്. റെഡി? ദാറ്റ് ബ്രിങ്സ് us to the close of ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട്. പുതിയ നിയമ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക് അനുഗ്രഹ നിറവിൻ്റെയും
ആത്മസന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്നു. മ്യൂസിയം ഓഫ് ദി വേൾഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മാലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിലെ ഏകദേശം 1200ഓളം വർഷം പഴക്കമുള്ള പുണ്യപുരാതനമാകുന്ന ഒരു ദേവാലയമാണ് കാർത്തികപ്പള്ളി സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ. ആ കത്തീഡ്രൽ ദേവാലയത്തിലെ മർത്തം മറിയം വനിതാ സമാജത്തിലെ അംഗങ്ങളുമായി ചേർന്നാണ് ഇന്ന് ഈ ബൈബിൾ മ്യൂസിയം സന്ദർശിക്കുവാൻ തക്കവണ്ണം ഇടയായത്. മർത്തം മറിയം സമാജത്തിൻ്റെ കൂട്ടായ്മകളിലൊക്കെ വേദപുസ്തക പ്രബോധനങ്ങളും ഒപ്പം വേദപുസ്തക പഠനങ്ങളും ഒക്കെ അവലംബിക്കുമ്പോൾ അതിനെ കാഴ്ചയിൽ കൂടി അത് അനുഭവവേദ്യമാക്കുവാൻ തക്കവണ്ണം ഈ സന്ദർശനം കൊണ്ട് ഇടയായി എന്നത് ഏറെ സന്തോഷകരമാണ്. പ്രത്യേകമായിട്ട് വേദപുസ്തക സംബന്ധമാകുന്ന കാര്യങ്ങൾ, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അത് ഡീറ്റെയിൽ ചെയ്ത് അവതരിപ്പിക്കുവാനും കാഴ്ചയിൽ കൂടി അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു കൂടെ വന്നിട്ടുള്ളവർ അവർ കേട്ടതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് കാഴ്ചയിൽ കൂടി അത് കൂടുതൽ ഗ്രഹിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതിനുവേണ്ടി ഏറെ അധ്വാനിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ ചുമതലക്കാരോട്, പ്രത്യേകിച്ച് ഞങ്ങൾ വന്ന ഈ 4 മണിക്കൂറോളം ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മുൻനിരയിൽ നിന്ന് ചെയ്തു തന്ന എല്ലാവരോടുള്ള സ്നേഹാദരവുകൾ നൽകുന്നു. പ്രത്യേകിച്ച് വേദപുസ്തകത്തെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം, പഠിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുഗ്രഹമായ ഒരു വേദിയായി തുടർന്നു ശോഭിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ ആശംസകളും എല്ലാ കൃതജ്ഞതയും മാവേലിക്കര ഭദ്രാസനത്തിലെ സെൻറ് തോമസ് ഓർത്തഡോക്സ് കാർത്തികപ്പള്ളി കത്തീഡ്രലിന്റെ പേരിൽ ഈ സമയം അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം, കേരള, ഇന്ത്യ. ഫോൺ 0472-283-4848, 0472-283-4949. മൊബൈൽ 9495-828-444, 9495-998-555. അടുത്തതായിട്ടുള്ളത് സാക്ഷ്യ റൗണ്ടാണ്, ടെസ്റ്റിമണി റൗണ്ട്. യേശുവിനെ കുറിച്ച് ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള യേശുവിൽ അധിഷ്ഠിതമായി ഞങ്ങളുടെ സാക്ഷ്യമാണ് ഇവിടെ പറയാനുള്ള സാവകാശമുള്ളത്. 5 മിനിറ്റാണ് സമയം. ഇനിയും അല്പം കൂടെ കൂടിയാലും അത് ഞാൻ അനുവദിക്കാം. കേട്ടോ, സാക്ഷ്യത്തിന് ഒരു പരിമിതി വെക്കാൻ സാധ്യമല്ല. സാക്ഷ്യത്തെ ആശ്രയിച്ചിരിക്കും സമയപരിധി. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 5 മാർക്ക്, പിന്നെ അത് നിർത്തുന്നില്ലെങ്കിൽ 1 മിനിറ്റ്, 5 മിനിറ്റ്. അത് കഴിഞ്ഞ ശേഷം 1 മിനിറ്റ് കൂടെ എക്സ്ട്രാ കിട്ടും ആവശ്യമാണെങ്കിൽ. ഓൾറൈറ്റ്, 5 മാർക്കാണ് അതിന് നിർണ്ണയിച്ചിരിക്കുന്നത്. മാർക്കെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മത്സരം എന്നുള്ള രീതിയിൽ സാക്ഷ്യങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കും അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഓർമ്മിക്കുന്നു. ആദ്യത്തേത് മിസ്സസ് മറിയക്കുട്ടി വർഗീസിൻ്റെ സാക്ഷ്യമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏതാണ്ട് 46 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു അംഗമായിരുന്നു. അന്ന് ഞാനവിടെ മർത്തമറിയ സമാജത്തിൻ്റെ സെക്രട്ടറിയും സൺഡേ സ്കൂൾ അധ്യാപികയും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കാൻ ദൈവം ഇവിടെ വന്നു. അതിനുശേഷമാണ് എന്നെ മർത്തമായിട്ടിലേക്ക് വിവാഹം കഴിച്ചത്. ആ വിവാഹം കഴിച്ചതിന് ശേഷവും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയെങ്കിലും ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെട്ടിട്ടില്ല. കഴിവതും എല്ലാ സമയം പള്ളിയിലൊക്കെ പോകാൻ എന്നെ താല്പര്യപ്പെട്ടു. ഒടുവിൽ ഇപ്പോൾ മക്കളൊക്കെ ഒരു സ്ഥാനത്തായാണ്. സൈവിക സംഘത്തിൽ, ഇടവക മിഷനിൽ, വികസന സംഘത്തിൽ എല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുവാൻ സ്വർഗം എന്നെ അനുവദിക്കുന്നുണ്ട്. അതിൽ കൂടി എനിക്ക് ഒരുപാട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും തന്നെ വല്ല സപ്പോർട്ടും ദൈവിക സംരക്ഷണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് 2020 തോന്നുന്നു, നമ്മുടെ കോവിഡ് കാലത്തിൽ, കോവിഡിൻ്റെ ആ എന്നാ പറയുന്ന ആ വലിയ പ്രതിസന്ധിയുള്ള സമയത്ത് ഫ്ലൈറ്റൊന്നുമില്ല, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊന്നുമില്ല. അങ്ങനെ വല്ലാതെ ഒരു ഞെരുക്കത്തിൽ ആരും 2-3 പേര് അടുത്തിരിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധിയിൽ എനിക്ക് 4 പെൺമക്കളാണ് ഉള്ളത്. 4 പേര് 4 സ്ഥലത്തായിരുന്നു അന്നുള്ളത്. മൂത്ത മോള് ബോംബെ, രണ്ടാമത്തെ അവൾ കൽക്കട്ട, അവൾ ആർമി നേഴ്സിംഗ് ഓഫീസറാണ്. മൂന്നാമത്തെ അവൾ അന്ന് അയർലൻഡിൽ, 4ാമത്തെ മോളെ ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞ അവളന്ന് കോയമ്പത്തൂർ. ആർക്കും ഇങ്ങോട്ട് വരുവാനും ഒന്നും ഒക്കത്തില്ല. അപ്പോൾ ഈ കൽക്കട്ടയിലുള്ള മോടെ ഹസ്ബൻഡ് സിംഗപ്പൂരിലാണ്. അവന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഇല്ല, അവന് നാട്ടിൽ വരുവാനൊന്നും പറ്റത്തില്ല. ആ സമയത്ത് ഇവക്ക്
കൽക്കട്ടയിൽ നിന്ന് കസൗളി എന്ന് പറഞ്ഞ ഹിമാചൽ പ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. അവിടോട്ട് ട്രാൻസ്ഫർ കിട്ടുന്നു. ട്രാൻസ്ഫർ കിട്ടുന്ന 2020 തോന്നുന്നു. മാർച്ച് മാസം 31 അവർക്ക് അവിടെ ജോയിൻ ചെയ്യണം. അവിടെ കൂടെ 2 കൊച്ചു കുട്ടികളാണ്, പെൺകുട്ടികൾ. അപ്പം അന്ന് നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് സ്റ്റാർട്ടായി, നീ വന്നേ ഒക്കത്തുള്ളൂ, 31 അകത്ത് വെച്ച് ജോയിൻ ചെയ്തേ ഒക്കത്തുള്ളൂ. അവിടെ കൂടെ പോകുവാൻ ആരുമില്ല. കസോളി എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശ്, അതായത് കൽക്കട്ടയിൽ നിന്ന് ഡൽഹി ടു ചണ്ഡീഗഡ്, അവിടുന്ന് വേണം കസോളി പോകാൻ. ഈ ഹിമാചൽ പ്രദേശത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ മുഖ്യമന്ത്രി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുത്തരെ ആ ദേശത്തോട്ട് വിടുവാൻ അനുവദിക്കത്തില്ല. കാരണം ഭയങ്കര സ്ട്രിക്റ്റാണ്. ആ ദേശത്ത് മാത്രമേ ഉള്ളായിരുന്നു കോവിഡ് വരാത്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകണം. എന്നെ അവൾ വിളിച്ചപ്പോഴും ഞാനൊരമ്മ എന്നുള്ള നിലയിൽ ഞാൻ റിസ്ക് എടുത്തുകൊണ്ട് പോകാമെന്ന് താല്പര്യപ്പെട്ടു. അപ്പോൾ ബാക്കി 3 കുഞ്ഞുങ്ങളും മമ്മി പോകരുതെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വിളി. അവളെ വിളിച്ച് പറഞ്ഞു, മമ്മി ഒരിക്കലും വരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന്. എൻ്റെ ഹസ്ബൻഡിന് ഏതാണ്ട് പകുതി താല്പര്യമായിരുന്നു. കാരണം ആ മോളോട് ഹസ്ബൻഡ് കൂടുതൽ, കാരണം അവൾ ഡാഡിയല്ല ഞാനായാലും എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കുന്ന കുഞ്ഞാണ്. ഞങ്ങളൊന്ന് വഴക്ക് പറഞ്ഞാലും ഒന്ന് കരയെന്നല്ല മറുത്ത് പറയത്തില്ല. അപ്പോൾ ഒരു മകളെ സംരക്ഷിക്കേണ്ട ഒരു അമ്മ എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ പോകാൻ താല്പര്യപ്പെട്ടു. ടിക്കറ്റൊക്കെ അയച്ചു തന്നു. ഞാൻ ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോകുന്നത് എങ്ങനെയാണെന്നറിയാം. ഈ ഷീൽഡും മറ്റേ ഓവർകോട്ട് പോലെ ഒന്നുണ്ടല്ലോ, പ്ലാസ്റ്റിക്, അതുമൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ ചെന്നു. ബാംഗ്ലൂരിൽ ചെല്ലുന്ന 4 മണിക്ക് 7 മണിക്ക് അവിടെ നിന്ന് കൽക്കട്ടയിലുള്ള ഫ്ലൈറ്റ്. കൽക്കട്ടയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലാണ്. അപ്പം നമ്മുടെ ഫോണിൻ്റെ സിമ്മൊക്കെ അവിടെ ചെല്ലുമ്പോൾ അതങ്ങ് ഇതാകും, വേറെ സിം ഇട്ടിട്ട് വേണം വിളിക്കുകയൊക്കെ ചെയ്യാൻ. ഞാൻ ബാംഗ്ലൂരിൽ ഏതാണ്ട് 4 മണിക്ക് മുമ്പേ എത്തിക്കഴിഞ്ഞാണ് അന്നേരം കാണിച്ചത് ഒന്നാമത്തെ ഗേറ്റിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 4 മണി ആയുള്ളൂ, അല്ലെ 7 മണിക്ക് ഫ്ലൈറ്റ്, കുറച്ച് നേരം ഇത് മയങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് മയങ്ങി. അപ്പോൾ മയങ്ങി കഴിഞ്ഞ ഉടനെ എൻ്റെ ഫോണിൽ 1-2 പ്രാവശ്യം പിന്നെ എനിക്കറിയാത്ത ഒരു നമ്പർ വിളിച്ചു. സാധാരണ ഞാൻ പരിചയമില്ലാത്ത നമ്പറിൽ അങ്ങ് തിരിച്ച് വിളിക്കാറില്ല. ഇപ്പോൾ 2ാമത്തെ നമ്പർ വന്ന 3ാമത്തെ പ്രാവശ്യം ആ ഫോൺ വന്നാണ് ഞാൻ ഞെട്ടി ഉണർന്ന് ഞാൻ ചുറ്റുപാട് നോക്കിയാണ് കൽക്കട്ടയ്ക്ക് പോകുന്നവരാരും അവിടെ ഇല്ല. അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചിട്ടുണ്ടേ പറഞ്ഞത് കൽക്കട്ടയ്ക്ക് പോകേണ്ട ഫ്ലൈറ്റ് 22ാമത്തെ ഗേറ്റിലാണ്, നിങ്ങൾ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ഷോക്ക് ഏറ്റതുപോലെ നെഞ്ചിനകത്ത് അങ്ങ് ഇടനെഞ്ചിൽ ഭയങ്കര ഒരു വേദന, നെഞ്ചു പൊട്ടിപ്പോകുന്ന പോലെ. ഞാൻ ഓടിയും ചാടിയൊക്കെ അവിടെ ചെന്ന് ഫ്ലൈറ്റേ കയറി. എനിക്കറിയത്തില്ല എന്തോ സംസാരിക്കട്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ സീറ്റെന്ന് പറഞ്ഞാൽ 2 പേരുടെ മിഡിൽ സീറ്റാണ്. അപ്പോൾ അവരെനിക്കൊരു കോട്ട് തന്ന് ആ കോട്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ കയറുന്നത്. ഫ്ലൈറ്റേ കയറി അപ്പോൾ സുഖമില്ലെന്ന് പറഞ്ഞാൽ എന്നെ ഫ്ലൈറ്റേ കയറ്റത്തില്ല. ഫ്ലൈറ്റ് കയറിയത് മുതൽ ഇരുന്നത് മുതൽ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. 3 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഫ്ലൈറ്റിൽ വെച്ച് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ പ്രിയ എന്ന കൽക്കട്ടയിൽ വന്നുകൊണ്ട് മോടെ പേര് അവളെ മറ്റുള്ളവരെല്ലാം കൂടെ ഇതാകും. എന്തോ ഞാൻ വിചാരിച്ച ദൈവമേ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല, അങ്ങ് ചെന്ന് അവിടെ അടുത്ത് ചെന്ന് എത്തിച്ചേരുവാൻ ദൈവം അനുവാദം തരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പം നമുക്ക് ഈ റോമാലേഖനത്തിൽ പറയുന്നതിൻ്റെ കൂട്ട് അന്നേരം നമുക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടത്തില്ല, പക്ഷേ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും. ഞാൻ ഉള്ളിൽ സ്തോത്രം പറഞ്ഞതേ ഉള്ളൂ, അല്ല ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല. ആ സമയത്ത് ഏതോ ഒരു ശക്തി എന്നെ അങ്ങ് പൊതിയുന്നത് പോലെ തോന്നി. എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. അവർ വെള്ളമൊക്കെ കൊണ്ട് തരുന്ന ഫ്ലൈറ്റിൽ സാധാരണ ആഹാരവും വെള്ളമൊക്കെ ഉണ്ട്, അത് കൊണ്ട് തന്നെ. പക്ഷേ അല്ല അന്ന് വെള്ളമില്ല, വെള്ളം മാത്രം വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം, ഫുഡ് കൊണ്ട് തരത്തില്ല. ആ സമയത്തായിരുന്നു. അപ്പം ഞാൻ ഒന്നും സംസാരിക്കുന്ന ഒന്നുമില്ല. എയർ ഹോസ്റ്റസൊക്കെ നമ്മളെ സീറ്റിൽ ഇരുത്തിയിട്ട് അവർ ദൂരെ മാറിയിരിക്കത്തേ ഉള്ളൂ. 3 മണിക്കൂർ അങ്ങനെ എനിക്കറിയത്തില്ല ആരുടെയോ സംരക്ഷണത്തിൽ വലിയ ആരോ നമ്മളെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ മാർവോട് അണയ്ക്കുന്ന പോലുള്ള ഒരു സംരക്ഷണമാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഫ്ലൈറ്റ് ഇറങ്ങിയതുമല്ല എൻ്റെ ഫോൺ ഓഫായി. പിന്നെ അവളെ വിളിക്കണമെങ്കിൽ വേറെ ഫോണിൽ വിളിക്കണം. അവൾക്കും എന്നെപ്പോലെ വേറെ ആരുടെ അറിയാത്ത നമ്പർ വന്നാൽ അവൾ എടുക്കത്തില്ല. അങ്ങനെ ഞാൻ ഏതായാലും പുറത്തിറങ്ങി. അന്നൊക്കെ കൽക്കട്ടയിൽ ഭയങ്കര കൊടുങ്കാറ്റ് മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവൾ സ്വന്തം കാറെടുക്കാൻ ടാക്സി വന്ന് ഞാൻ അവിടെ കാറേ കയറി നിന്നിട്ടൊന്നും മിണ്ടുന്നില്ല. അപ്പം അവൾ ചോദിച്ചു, മമ്മി എന്ത് പറ്റി? ഞാൻ പറഞ്ഞു നത്തിങ് പറഞ്ഞു കയറി വീട്ടിൽ പോയി 1 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങി. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞോണ്ട് എനിക്ക് ഏതാണ്ട് ഒരു ആശ്വാസം വന്നു. അപ്പോൾ അതുവരെ എനിക്കറിയത്തില്ല ഞാൻ ഏത് ലോകത്താണെന്ന് പോലും എനിക്കറിയത്തില്ല. എല്ലാം ഓട്ടോമാറ്റിക് ഒരു മെഷീൻ എന്നെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്ന പോലെ ആയിരുന്നു സകലതും ചെയ്ത്. എന്നാൽ മോടെ വീട്ടിൽ ചെന്ന്
അവിടെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ സുഖമായി ആ സാക്ഷ്യം പറയാൻ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചു. എങ്കിൽ ഇങ്ങനെ ഒരു അവസരം തന്ന സാറിന് നന്ദി പറയുന്നു. മിസ്സസ് മറിയക്കുട്ടി വർഗീസിന് 2 മാർക്സ്. വളരെയധികം നല്ല രീതിയിൽ ചെറിയ പ്രായത്തിൽ പള്ളിയിൽ യുവജന പ്രസ്ഥാനത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ച് വരുമ്പോഴാണ് എൻ്റെ ഫാദറിന് പിതാവിന് ഒരു അറ്റാക്ക് പോലെ വരുന്നത്. ആദ്യമേ അത് പരിശോധിച്ചപ്പോൾ ഏകദേശം 7-8 ബ്ലോക്കുകൾ കാണുവാൻ സാധിച്ചു. ഡോക്ടർമാരൊക്കെ വിധി എഴുതിയത് നല്ല ഒരു ബൈപ്പാസ് സർജറി വേണമെന്ന് വിധി എഴുതി. അത് കേട്ടപ്പോഴേക്കും നമ്മൾ വളരെയധികം തകർന്നു പോയിരുന്നു. അവർ അതിൻ്റെ കൂടെ പറഞ്ഞായിരുന്നു 7-8 ബ്ലോക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ ബൈപ്പാസ് സർജറി സക്സസ് ആവുമോ എന്നുള്ളത് ഒരു ഡൗട്ടും പറഞ്ഞായിരുന്നു. ഈ അവസ്ഥയിൽ ഞാനും കുടുംബവും അമ്മയും സഹോദരനും എല്ലാം വളരെയധികം വിഷമിച്ച ഒരു സന്ദർഭമായിരുന്നു. ആ അവസ്ഥയിൽ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം മൂലം അതിനെയൊക്കെ വളരെയധികം തരണം ചെയ്യാൻ സാധിച്ചു. തിരുവനന്തപുരത്തായിരുന്നു എൻ്റെ സർജറി ആ കാലഘട്ടത്തിൽ. ഇപ്പോഴും അതിൻ്റെ സർജറി കഴിഞ്ഞ് വളരെ ആരോഗ്യവാനായി പിതാവ് ഇരിക്കുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു ആപത്ത്, ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ വളരെയധികം വിഷമിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കയ്യിൽ നിന്ന് ജീവിതം വളരെയധികം ആത്മീയമായൊക്കെ വളരെയധികം മറ്റ് യുവാക്കൾ പോകുന്നതിലുപരി നമ്മൾ നേരായ മാർഗത്തിൽ പള്ളിയിലും എല്ലാം പ്രവർത്തിച്ചപ്പോൾ ഒരു പരീക്ഷണം പോലെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു ചോദ്യചിഹ്നം നമ്മൾ തന്നെ സ്വയം ചോദിച്ചു, എന്തിന് എനിക്കിത് സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ ദൈവകൃപയാൽ അത് വളരെയധികം ദൈവാനുഗ്രഹത്താൽ അത് തരണം ചെയ്യാൻ സാധിച്ചു. ഇന്ന് വളരെയധികം സന്തോഷത്തോടെ പിതാവ് ഇരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ അന്ന് PSC പരീക്ഷകളൊക്കെ എഴുതുമ്പോഴും ഒത്തിരി പരീക്ഷകൾ എഴുതി, പല പരീക്ഷകളിലും എൻ്റെ പേര് വരുമ്പോഴത്തേക്ക് ക്യാൻസലായി പോകും. അതുപോലെ തന്നെ പല ഫിസിക്കൽ എക്സാമിനേഷനും എക്സൈസ് പോലീസൊക്കെ ഫെയിലായി. അങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു ലിസ്റ്റിൽ നിന്ന് എനിക്ക് ജോലി ലഭിക്കുകയും കയറാൻ സാധിക്കുകയും ചെയ്തു. അതൊക്കെ ക്രിസ്തുയേശുവിൻ്റെ അനുഗ്രഹം മൂലം തന്നെയാണ്. അതുപോലെ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് ദൈവം ഈ നിമിഷം വരെ നൽകിയിട്ടുണ്ട്. വളരെയധികം നല്ലൊരു വിവാഹ ജീവിതം, കുടുംബജീവിതം ഇതുവരെ ലഭിച്ചു. നല്ലൊരു ഭാര്യയും നല്ലൊരു മകളെയും ഒക്കെ ദൈവം ദാനമായി നൽകി. മറ്റൊന്നിലും എനിക്ക് കുറവ് തോന്നുന്നില്ല. എല്ലാം ആഗ്രഹിച്ചതൊക്കെ ഈ നിമിഷം വരെ ദൈവം തന്നതിനാൽ ഇനിയും തരുമെന്നുള്ള അനുഗ്രഹങ്ങൾ നൽകും, എനിക്ക് എല്ലാം ലഭിക്കുമെന്നുള്ള ഉയർച്ച വിശ്വാസത്തോടെയാണ് എന്നും ക്രിസ്തുയേശു സന്നിധിയിൽ നിൽക്കുന്നത്. വളരെയധികം താങ്ക്ഫുള്ളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. ഈ ഒരു അവസരം തന്ന സാറിനോടും ഈ പ്രസ്ഥാനത്തോടും എൻ്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു അജിത്തോ. ഇനി അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സന്തുഷ്ടമായ കുടുംബജീവൻ തന്നിട്ടുണ്ട്. പക്ഷെ താങ്കൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ്. തീർച്ചയായും ഒരു ചോദ്യം തന്നെയാണ്. ചോദ്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇടവകയുടെ ഒരു യൂത്ത് ലീഗിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലല്ല ഞാൻ ചോദിക്കുന്നത്. മറ്റ് നമ്മളിപ്പോൾ അതൊരു സംഘടനാപരമായ കാര്യമാണ്. ചാരിറ്റി കാര്യങ്ങളെല്ലാം ഇടവതലത്തിൽ മറ്റേ ചെയ്യുന്നുണ്ടോ? നമ്മൾ പുറമെ പറയേണ്ട കാര്യമില്ലല്ലോ. അതല്ല അങ്ങനെയല്ല. മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളല്ല കർത്താവിന് വേണ്ടി പ്രവർത്തനം. ഒരുവനെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുക. നമ്മുടെ സാക്ഷ്യം കൊണ്ട് യേശു ജീവിക്കുന്ന, ഇന്നിപ്പോൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്ന ഉണ്ട്, പക്ഷെ അവരെല്ലാം യേശുവിനെ വിശ്വസിക്കുന്നവരല്ല. യേശുവിൻ്റെ അനുഭവമില്ല. ഒരു യാന്ത്രികമായിട്ട് എല്ലാവരും പോകുന്നതുകൊണ്ട് കൂടെ പോകുന്നല്ലാതെ വാസ്തവമായിട്ടും യേശുവിനെ അനുഭവമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നവർ വളരെ വിരളമാണ്. അപ്പം നമ്മുടെ ഒരു സാക്ഷ്യം ദൈവം ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് ബോധ്യമാകണമെങ്കിൽ നമ്മുടെ ജീവനുള്ള സാക്ഷികൾ അതിന് സഹായിക്കുന്നു. ആതുര ശുശ്രൂഷ ചെയ്യുന്നു, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ ഈ ബൈബിള് നല്ലോണം പഠിച്ചിട്ട് അത് ബൈബിൾ പഠനത്തോട് ലഭിക്കുന്ന മറ്റു കാര്യങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. കർത്തൃ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന് നിറവുണ്ടാകണം. പരിശുദ്ധാത്മാവാണ് അതിൻ്റെ നടത്തിപ്പുകാരൻ. നമ്മൾ കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും, അപ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാവുന്നതാണ്. യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രൊപ്പല് ചെയ്യുന്നത് കർത്താവിൻ്റെ സാക്ഷികളായി തീരാൻ തക്കുന്നത്.
അത് തിയോളജിയോ അല്ലെങ്കിൽ ഡിഗ്രികളോ ഒന്നുമില്ല. അതിനേക്കാളൊക്കെ ഉപരി ദ പ്രൊപ്പല്ലിംഗ് ഫോഴ്സ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഇപ്പോൾ ചോദിച്ചാൽ നമ്മുടെ സഭയിൽ ചോദിച്ചാൽ പോലെ എല്ലാവർക്കും ഉണ്ട് പരിശുദ്ധാത്മാവ്, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ പറയാൻ വളരെ എളുപ്പമല്ലേ. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ അതൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ഒരു വ്യക്തിയെ നയിക്കും. ദാറ്റ്സ് എൻ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ അറിയാൻ വയ്യാത്തവരാണ് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ അതെ. അപ്പോൾ അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായി അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടും യേശുവിനെ കുറിച്ച്, യേശു ഒരുപാട് നന്മകളെ താങ്കൾക്ക് ചെയ്തിട്ടുണ്ട്. പിതാവിൻ്റേതായിട്ടുള്ള ആ വലിയ ബ്ലോക്കിൻ്റെ അവസ്ഥ മുതൽ ഇന്ന് വരെയും നോക്കുമ്പോൾ അനവധിയായ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ടല്ലേ. തീർച്ചയായും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഓർപ്പിക്കാനുള്ളൊരു കാര്യം, കർത്താവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തീർച്ചയായും ഇടയാകണം. അതിനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. All right, he gets also 2 marks. അജിത്തോ തോമസ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് ഈ നിമിഷം നാം ഒക്കെ ഇവിടെ ജീവനോടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ അനന്തമായ അപാരമായ കൃപ കൊണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഈ കോവിഡ് കാലമൊക്കെ അതിജീവിച്ച് നമ്മളിങ്ങനെ സാക്ഷ്യത്തോടെ നിൽക്കുമെന്നുള്ളത് സംശയമാണ്. പക്ഷെ തമ്പുരാൻ നമ്മളെ നിർത്തിയതൊക്കെ ഓരോ നിയോഗത്തിൻ്റെ ഭാഗമാണെന്നുള്ള വലിയ തിരിച്ചറിവ് ഈ നാളുകളിൽ നമ്മെ ഭരിക്കണം. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഇതുവരെയും ഞാനൊരു ബലഹീനനാണെങ്കിലും ദൈവത്തിൻ്റെ അപാരമായ കൃപയിലാണ് ഇതുവരെയും ആയിരിക്കുന്നത്. ഒരു സാക്ഷ്യമായി പറയാനുള്ളത് 2014 ഫെബ്രുവരി മാസം 25-ാം തീയതി ഞാൻ അന്ന് ഡൽഹിയിലാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ പഠിക്കുകയാണ്. ആ സമയം വൈകിട്ട് 8:30 ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. തിരികെ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് വീണ്ടും വിളിക്കുമ്പോൾ ഒരു ബന്ധുവായ ഒരു അച്ഛൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, മോനെ പപ്പായെ ICUയിലോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ആ സമയം എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ല. വീട്ടിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പക്ഷേ അവിടെയൊക്കെ പിന്നീട് കാര്യങ്ങൾ മനസ്സിലായത് ജോലി കഴിഞ്ഞ് തിരികെ വരുന്ന ഫാദർ കൊല്ലത്ത് നിന്ന് തിരികെ വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും തലയ്ക്ക് നല്ല രീതിയിൽ പരിക്കേൽക്കുകയും അങ്ങനെ കൊല്ലത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ആ ചൊവ്വാഴ്ച ഇതറിഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് ഞാൻ ഫ്ലൈറ്റ് കയറി തിരുവനന്തപുരത്തെത്തി. ഹോസ്പിറ്റലിലെത്തി. ചെല്ലുമ്പോഴും പപ്പായെ കാണാൻ സാധിക്കുന്നില്ല, കാര്യം ICUയിലാണ്. പിന്നീട് രാവിലെ കാണുമ്പോഴും ഒരു ജീവച്ഛവം കണക്ക് അവിടെ കിടക്കുകയാണ്. ആളെ തിരിച്ചറിയാനൊന്നും ആകുന്നില്ല. അവിടെ നിന്ന് ആ ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ അവിടുത്തെ ഹോസ്പിറ്റലിൽ ചികിത്സകളൊക്കെ ചെയ്തു. എന്നിട്ട് യാതൊരു പുരോഗതിയില്ല. കൂടെ ജോലി ചെയ്യുന്നവരും ബന്ധുക്കളും ഒക്കെ അവിടെ വന്നു മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. അവിടുത്തെ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ ഇത് മാറ്റിയിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, കാര്യം നിങ്ങളുടേതായ റിസ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് ഫുൾ ആംബുലൻസിൻ്റെ സപ്പോർട്ടോടു കൂടി ആ ഞായറാഴ്ച കൊല്ലത്തെ ഹോസ്പിറ്റലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അന്ന് പോരുന്ന സമയത്ത് ഒരു 10-50-ലധികം ആളുകൾ ബന്ധുക്കളായി സുഹൃത്തുക്കളായി അവിടെ ഉണ്ട്. അവരോട് ഞാൻ ആംബുലൻസിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നുണ്ട്, മോനെ തിരിച്ചു വരുമെന്ന് നീ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അന്ന് അത്ര ധൈര്യമില്ലായിരുന്നു. പക്ഷേ മനസ്സിൽ പ്രാർത്ഥനയോടെ കയ്യിലൊരു കൊന്ത ഉണ്ടായിരുന്നു. ആ കൊന്ത ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയിൽ പോലും സാഹചര്യങ്ങളൊക്കെ ഇച്ചിരി മോശമായി. പക്ഷേ അവിടെയൊക്കെ ദൈവം നടത്തി. തിരുവനന്തപുരത്ത് എത്തി. കിംസ് ഹോസ്പിറ്റലായിരുന്നു. അവിടെ ചികിത്സയിലേക്ക് കയറി. അപ്പോഴും ഡോക്ടർമാർ പറഞ്ഞത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നാണ്. തിരുവനന്തപുരത്ത് എത്തി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളുക, കാര്യം പ്രത്യേകിച്ച് പുരോഗതിയൊന്നുമില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു വന്യനായ TJ അലക്സാണ്ടർ അച്ഛൻ വന്ന് തൈലാഭിഷേക ശുശ്രൂഷ സഹിതം നടത്തി. ബന്ധുക്കളൊക്കെ വന്ന് കണ്ടു. പക്ഷേ അവിടെ നിന്ന് ആ ഒരു സന്ദർഭത്തിൽ ദൈവത്തോട് എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നു. ആ വേദപുസ്തകത്തിലെടുത്ത് സങ്കീർത്തനം വായിക്കാൻ തുടങ്ങി. അത് മാത്രമായിരുന്നു ഒരു ആശ്രയവും അഭയവും. 1-ാം സങ്കീർത്തനം മുതൽ 180-ാമത് സങ്കീർത്തനം വരെ ആ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലിരുന്ന് വായിക്കുകയാണ്. അവിടെ ദൈവം എന്നോട് സങ്കീർത്തനങ്ങളിലൂടെ സംസാരിക്കുന്നതായി മനസ്സിലായി. ആ ഒരു 50-55 സങ്കീർത്തനം ആയപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, വെന്റിലേറ്ററിൽ നിന്ന് നമുക്ക് മാറ്റാം, കുറച്ച് പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞു. 180-ാമത് സങ്കീർത്തനം വായിച്ചു തീർന്നപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുന്നതിനും ഇന്ന് ആരോഗ്യത്തോടെ ഞങ്ങളോടൊപ്പം കൂടെ വസിക്കുന്നതിനും ദൈവം ഇടയാക്കി. ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല, കാര്യം അത്രമാത്രം ആ തണലിലാണ് ഇപ്പോഴും ഇങ്ങനെ കാലൂന്നി നിൽക്കുന്നത്. ആ ദൈവത്തിൻ്റെ കൃപയാണ് ഇപ്പോഴും വഴി നടത്തുന്നത്.
ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത് കല്ലിനെയോ മരത്തിനെയോ കാറ്റിനെയോ ഒന്നുമല്ല. ജീവനുള്ള ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ഒരു ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ മറ്റൊന്നിനെയും ഭാരപ്പെടാതെ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ അടുത്ത സമയത്ത് 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ഇപ്പോൾ മാംഗ്ലൂരിൽ, പുള്ളി ഇപ്പോൾ ICUയിൽ ആണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് ഒരു അവസാനത്തെ വാക്കുകൾ പോലെ പറയുകയാണ്, മോനേടാ ഒട്ടും സുഖമില്ല, അറ്റാക്കാണ്, മുമ്പോട്ട് പോകുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. പക്ഷെ അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു, സജീഷ് എന്നാ പേര്, ചേട്ടൻ പറഞ്ഞു, എടാ പുതുപ്പള്ളി പള്ളിയിൽ ഒരു നേർച്ച ഇടണം, ഒരു 500 രൂപ അയച്ചു തന്നു. പുള്ളിക്ക് പിന്നീട് സംസാരിക്കാൻ വയ്യ. അവിടെ ഞാൻ നേർച്ചയിട്ടു, പ്രാർത്ഥിച്ചു, അനേകര് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഇന്ന് അദ്ദേഹവും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി റൂമിലാണ്. എത്ര സ്തുതിച്ചാലും മതിയാകില്ല. കാര്യം ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് സജീഷേട്ടൻ്റെ വൈഫ് വിളിച്ചിട്ട് എടാ ഇനി മുമ്പോട്ട് പോകത്തില്ല എന്ന് തന്നെ പറയുമ്പോഴും എൻ്റെ ദൈവം ജീവിക്കുന്ന ഒരു ദൈവമാണെന്ന സാക്ഷ്യത്തോടെ അദ്ദേഹം പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. അതുപോലെ പിതാവിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ചും ഈ ശുശ്രൂഷ മേഖലയിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ദൈവിക നിയോഗമായി തന്നെ കണക്കാക്കുന്നു. കാര്യം ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ മോശയെ പോലെ ഒരു വിക്കനും തടിച്ച നാവുള്ളവനുമായ ഒരു ബലഹീനനായ മനുഷ്യനിൽ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഈ കഴിഞ്ഞ നാളുകളിലും ദൈവനാമത്തിന് വേണ്ടി വേദജ്ഞാനവേദി എന്ന ക്വിസ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ദൈവനാമത്തിന് വേണ്ടി ശുശ്രൂഷ മേഖലകളിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടിയും അതുപോലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായങ്ങളും വിദ്യാഭ്യാസ സഹായങ്ങളും ഒക്കെ ചെയ്യുന്നതിനും സർവശക്തനായ ദൈവം കൃപ നൽകുന്നു. ഞാനാകുന്നത് ദൈവ കൃപയിലാകുന്നു. ആ കൃപ വ്രതാവായി പോകാതിരിപ്പാൻ നമ്മെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. പ്രകാരം ഒരു വലിയ അവസരം, ഒപ്പം തന്നെ കുടുംബജീവിതവും ദൈവം സമൃദ്ധിയായ അനുഗ്രഹങ്ങളാൽ ഇന്ന് വരെയും നിറച്ചു. ദൈവം വഴി നടത്തുന്നു, മുമ്പേ നടന്ന് വഴി നിരപ്പാക്കുന്നു. അവിടുത്തെ കൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഇപ്രകാരം ഒരു വലിയ അവസരം തന്ന ബഹുമാനപ്പെട്ട സാറിനോടും ഈ ടീമിനോടും എല്ലാം നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തികളിലൂടെ ദൈവനാമം മാത്രം മഹത്വം എടുക്കട്ടെ. താങ്കളുടെ പിതാവിന് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 2014 2014. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞു. ഈ 12 വർഷത്തിനിടയിൽ കർത്താവിൻ്റെ വലിയ സാക്ഷ്യം എത്ര പേരോട് പറഞ്ഞായിട്ട് ഇപ്പോൾ പറഞ്ഞ 2 പേരുടെ കാര്യമാണ് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങനെ അപൂർവമായ സന്ദർഭങ്ങളിൽ ആണോ പറയുന്നത്, അതോ പ്രസംഗിക്കാൻ കിട്ടുന്ന എല്ലാ വേദികളിലും പറയാറില്ല? പക്ഷേ ഇതുവരെ ഒരു 7-8 സ്ഥലത്ത് പറഞ്ഞോ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതെ, ഞാൻ പറയുന്നതിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, എന്നാൽ ഇന്ന് പ്രസംഗത്തിലല്ല യേശുവിനെ എല്ലാവർക്കും അനുഭവമാക്കാൻ കഴിയുന്നു. നമ്മുടേതായിട്ടുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോഴാണ്. എനിക്ക് മനസ്സിലായി, താങ്കൾ പ്രാസംഗികനാണല്ലോ, അത് താങ്കളുടെ സാക്ഷ്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് കർത്താവിലേക്ക് അനേകരെ ആകർഷിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നും എനിക്കറിയാം. കാരണം ഞാൻ ഈ സഭയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ അനുഭവങ്ങൾ താങ്കൾക്കുണ്ട്. ആ ദൈവകൃപയിൽ നിന്നുകൊണ്ട് അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ തക്കവണ്ണം കഴിയണം. അത് നമ്മുടെ യൂത്ത് ലീഗിൻ്റെ ചുമതല ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയും അനേകരെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം. ഇതെന്ന് പറയുമ്പോൾ എങ്ങും തൊടാത്തൊരു കാര്യമായി. ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം, എല്ലാവരെയും ഒന്ന് ഉണർത്താൻ കൊണ്ട് ഒരു ട്രിഗറാണിത്. അപ്പോൾ അപ്രകാരം കൂടുതലായിട്ട് കർത്താവിന് വേണ്ടി സാക്ഷിയായിട്ട് നിൽപ്പാൻ തക്കതിനോടും ഇടയാക്കട്ടെ. ഈ ഒരു നമ്മുടേതായിട്ടുള്ള ഈ കാലയളവിലുള്ള അനുഭവം, അതിൻ്റെ സാക്ഷ്യം തീർച്ചയായിട്ടും പോരാ എന്ന് എനിക്ക് പറയാൻ കഴിയും. എന്നെ സംബന്ധിച്ച് അത് എത്രമാത്രം സാക്ഷികളാകാമോ അത്രമാത്രം സാക്ഷ്യമാണ് നമ്മളിന്ന് പ്രവർത്തിക്കുന്നത്. കാരണം ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ, നമുക്ക് നൽകുന്ന അവസരങ്ങൾ, അതൊക്കെ നാം ദൈവത്തിനു വേണ്ടി എങ്ങനെ വിനിയോഗിക്കുക എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് മേഖലാതലത്തിൽ നിന്ന് ജില്ലാതലത്തിലൊക്കെ വന്നു. പക്ഷേ ദൈവം ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും ദൈവസന്നിധിയിലേക്ക്, അത് ചിന്തിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ദൈവം എടുത്തുപയോഗിക്കും എന്നുള്ളതിനൊരു സംശയമില്ല. പക്ഷേ നമ്മളങ്ങോട്ട് കൊടുക്കാതെ ദൈവം എടുത്തുപയോഗിക്കുകയില്ല. മനസ്സിലായില്ലേ? അതിന് പരമോന്നതമായിട്ട് ആവശ്യമായുള്ള, ഞാൻ അജിത്തോട് പറഞ്ഞ അതേ കാര്യമാണ്. എന്താ വേണ്ടിയത്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ട്രിഗറിങ് ഫോഴ്സ്. പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചാണ് നമുക്ക് ആ പ്രവർത്തനത്തിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ
ആ ഫലങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. അപ്രകാരം സഹായിക്കട്ടെ. ഓർത്തഡോക്സ് സഭയിൽ രണ്ടുപേരെ കാണാൻ കഴിഞ്ഞത് എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. അതോട് ഞാൻ ഓർത്തഡോക്സുകാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയണമെങ്കിൽ താങ്കൾ ഓർത്തഡോക്സുകാരായിരുന്നു, അപ്പോഴൊക്കെ സമാനമായ ചിന്താഗതിയാണ്. തീർച്ചയായിട്ടും ഇദ്ദേഹം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. യെസ്, യു ഓൾസോ ഗെറ്റ് 2 marks. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രകാരം ഒരു വേദിയിൽ നിൽക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ സഹായിച്ച നല്ല അവസരത്തിനായി നന്ദി ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കത്രദാസൻ്റെ ആദ്യത്തെ ആ പ്രക്ഷേപണം പൗർഷനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ബൈബിൾ രത്നം പ്രശ്നോത്തിൽ പവർ വിഷനിലെ ക്വിസ് കോമ്പറ്റീഷൻ ഞാൻ നടത്തിയ കണ്ടിട്ടുണ്ട്, കണ്ടായിരുന്നു ഞാൻ. ആദ്യത്തെ ക്വിസ് കോമ്പറ്റീഷൻ പവർ വിഷൻ നടത്തി. അതെ അതെ, പവർ വിഷനിൽ കൂടെ അത് നമുക്ക് സ്വന്തം ചാനലില്ല, അതുകൊണ്ടാണ് അന്ന് പവർ വിഷനിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തതേ ഉള്ളൂ. യെസ്, ബൈബിൾ രത്നം പ്രശ്നോത്തിരി. അതെ, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ അങ്ങനെ ക്രിസ്ത്യൻ ചാനലേ കാണത്തുള്ളൂ, ഒരു ന്യൂസ് ചാനലും കാണും. അതെ അതെ അതെ, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിചാരിതമായിട്ടാണ് ഇന്ന് ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കാൻ സഹായിച്ചത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ്. പെട്ടെന്ന് ഞാനൊരു യാത്രയിലായിരുന്നപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്. എനിക്ക് ക്വിസ് കോമ്പറ്റീഷനൊക്കെ ഞാൻ ചേരും. ഇപ്പോഴും പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാനാണെങ്കിൽ പെട്ടെന്ന് മറന്നു പോയതുകൊണ്ട് എനിക്ക് രമ്യാവെന്നുള്ള വാക്കറിയാമായിരുന്നു. എന്നാലും ഒന്നുമില്ലെങ്കിലും ഇവിടെ പങ്കുചേരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി നന്ദി പറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം. ഞാനും ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. എൻ്റെ കുടുംബം, എൻ്റെ വീട് കുണ്ട്രയാണ്. ഞാൻ കുണ്ട്ര ഏറ്റവും വലിയ പള്ളി എന്ന് പറഞ്ഞാൽ കുണ്ട്ര വലിയ പള്ളി, കുണ്ട്ര വലിയ പള്ളിയിലാണ് ഞാൻ അംഗമായിരുന്നത്. എൻ്റെ മാതാപിതാക്കൾ, ഞങ്ങൾ 10 മക്കളായിരുന്നു. 10 മക്കൾ, അതിൽ 8 പെൺമക്കളും 2 ആൺമക്കളും. ഞങ്ങളെ കൃപയാൽ അന്നത്തെ ഓർത്തഡോക്സിൻ്റെ വിശ്വാസം അനുസരിച്ച് ഞങ്ങളെ മാതാപിതാക്കൾ ചിട്ടയിലും അതിൻ്റേതായ അനുസരണത്തിലും വളർത്തി. അപ്പച്ചനൊരു ബിസിനസ്സുകാരനായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ രീതിയിലും അനുഗ്രഹമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അമ്മ സ്ത്രീ സമാജത്തിനും എല്ലാ കോമ്പറ്റീഷനും പങ്കേറുന്ന ഒരു മാതാവായിരുന്നു. വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും മറ്റ് ടീച്ചർമാരെയൊക്കെ കൂടെ പോയി പങ്കെടുത്ത് പ്രസംഗത്തിനും പാട്ടുപാടാനും ഒക്കെ നല്ല മിടുക്കിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃപയാൽ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. ഒരു കാലത്താണ് ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. എന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അതിനു മുമ്പ് എൻ്റെ ഭവനത്തിലുള്ളവരെല്ലാവരും ഓരോ അനുഭവങ്ങൾ കൂടിയൊക്കെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ഞാൻ ജനിച്ച ഒരു കൊച്ചു പ്രായത്തിൽ ഇപ്പോഴും ഞാനത് ഓർക്കും. കൊച്ചു പ്രായത്തിലേക്ക് ആയപ്പോൾ ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു ദൈവം എനിക്ക് ഒരു ദർശനത്തിൽ കൂടി എന്നെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തുവാ ഏതാണെന്നൊന്നും അറിഞ്ഞുണ്ടായിരുന്നു. യോസഫിന് കൊച്ചുനാളിൽ ഒരു ദർശനം കൊടുത്തതുപോലെ എനിക്കൊരു ദർശനം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ചിന്തിക്കും, ആ ദർശനം എന്തോ കർത്താവേ എന്ന് ഞാൻ ചോദിക്കും. അങ്ങനെ ഞാൻ ആ ദർശനത്തിൽ കൂടി ഒക്കെ ദൈവം എന്നോട് സംസാരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗുജറാത്തിൽ ഒന്ന് പോയായിരുന്നു. ബികോമിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഗുജറാത്തിൽ പോകേണ്ടത് 84. അങ്ങനെ ഞാനും അവിടെയും ചെല്ലുമ്പം നമ്മുടെ ദിനകരൻ അങ്കിളിൻ്റെ പ്രക്ഷേപണം ശ്രീലങ്ക പ്രക്ഷേപണത്തിൽ കേൾക്കുമായിരുന്നു. അന്ന് അവിടെ തിങ്കളാഴ്ച 4 മണിക്കാണ്. അങ്ങനെയൊക്കെ വചനം കേൾക്കും. KP യോഹന്നാൻ സാറിൻ്റെ പ്രസംഗം. എനിക്ക് ഇതുമായിട്ടുള്ളൊരു ബന്ധമല്ലാതെ അങ്ങനെ വേറൊരു കാര്യങ്ങളൊന്നും ശ്രദ്ധയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ അവിടെ ദിനകരൻ അങ്കിള് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ കുത്തിയിരുന്ന് ആരാധിച്ചു. എനിക്ക് എന്നെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് നിറച്ചു. എൻ്റെ സഹോദരിയൊക്കെ അവിടെ ഗുജറാത്തിൽ ഓർത്തഡോക്സ് മെമ്പറാണ്. അന്നേരം ഞാൻ പറഞ്ഞു, എനിക്കിനി ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് പോകാൻ എനിക്ക് ഒക്കുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞ് അങ്ങനെ ഒക്കത്തില്ല, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും ഓർത്തഡോക്സിലാണ്, അതുകൊണ്ട് നമുക്ക് അത് വിട്ട് പോകാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നെ ഓർത്തഡോക്സ് തന്നെ 87 എൻ്റെ വിവാഹം കഴിഞ്ഞു. ഓർത്തഡോക്സ് തന്നെയായിരുന്നു. എന്നിരുന്ന് എൻ്റെ ഈ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവിന് എന്നിൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് കുത്തിയിരുന്ന് എന്നെ സത്യത്തിലും ആത്മാവിലും എനിക്ക് കർത്താവിനെ ആരാധിക്കണമെന്നുള്ളൊരു ഒരു ചിന്തയായിരുന്നു. സത്യം നിങ്ങളറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ
വേർപെട്ട ആരാധനകൾ. എൻ്റെ സഹോദരങ്ങളൊക്കെ വിവിധയിടങ്ങളിൽ ഈ പിന്നെ ഭർത്താവ് അതിനനുസരിച്ചോ? ഇല്ല, ഞാൻ അങ്ങനെയൊക്കെ സഹോദരിമാരുടെ വീട്ടിലാവുമ്പം പോകുമ്പോഴങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയല്ലേ. അന്നേരം ഞാൻ പിന്നെ അറിയാതെ ഒക്കെ സഹോദരന്മാരുടെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നതോടെ വിശ്വാസത്തിന് വചനം കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ ഒക്കത്തില്ല. സത്യം നമ്മളെ അറിഞ്ഞതാണ്. അന്നേരം നമ്മൾ ആരെ പ്രസാദിക്കുക? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ മനുഷ്യൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് മനുഷ്യരുടെ ദാസനാകാനൊക്കത്തില്ല. അന്നേരം അത് ദൈവമായിട്ടുള്ളൊരു ബന്ധം. അങ്ങനെ ഞാൻ 98 എൻ്റെ ഹസ്ബൻഡ് ഗൾഫിന് പോയി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അസംബ്ലീസ് ബോർഡിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ 99 മാർച്ചിൽ പോയി. 99 നവംബർ 29 ഞാൻ വിശ്വാസ സ്നാനം അവിടെ സ്വീകരിച്ചു. എവിടെ ഞാൻ പ്രതികൂലമുണ്ടായോ ആ ദേശത്ത് തന്നെ ഞാൻ ആ കായലിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവം നിറച്ചു. ഞാൻ അന്ന് മുതൽ അവിടെയുള്ള ദേവദാസന്മാർ, ഞങ്ങളുടെ സഭയോട് ചേർന്ന് ദേവദാസന്മാരോട് ചേർന്ന് ഞാൻ സുവിശേഷം അറിയിക്കാൻ പുറത്തു പോകുമായിരുന്നു. ഈ സ്നാനം തന്നെ ദൈവം എന്നെ കാണിച്ചു തന്നതാണ്. ഞാൻ ഓർത്തഡോക്സ് നിൽക്കുമ്പോൾ എനിക്ക് സ്നാനം കാണിച്ചു തന്നതാണ്. അനേകർ വന്ന് സ്നാനം ഏൽക്കുന്നതും വേറൊരു കുളം ഒഴിഞ്ഞു കിടക്കുന്നതും. അന്നേരം ഞാൻ അമ്മ എടുത്തു പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടാനുള്ള സമയമൊക്കെ ആയി, ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയും. അമ്മ അതിനു മുമ്പ് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞ്, മോളെ ഞങ്ങളെല്ലാവരും കല്യാണത്തിന് പോകുന്നു, ആ കല്യാണത്തിന് നീ വന്നില്ല എങ്കിൽ എനിക്ക് വിഷമമാണെന്ന് പറഞ്ഞു. അന്നേരം ആ വാക്ക് എന്നെ ഒത്തിരി ടച്ച് ചെയ്തു. കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ തൻ്റെ കാതയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു എന്നൊരു വചനമുണ്ട്. നമ്മൾ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ഞാനില്ലെങ്കിൽ അന്നേരം ഞാൻ വിചാരിച്ചു നമ്മൾക്ക് ക്രിസ്തുയേശുവിൽ ഉചിതമാമെണ്ണം എല്ലാവരെയും കീഴടങ്ങിയിരിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഭർത്താവിനോട് സമ്മതം ചോദിച്ചു. സമ്മതം ചോദിക്കുമ്പോൾ ഓർത്തഡോക്സ് പാരമ്പര്യമാണ്, അവർ സമ്മതം തരത്തില്ല. എന്നാലും ഞാനൊരു എഴുത്തെഴുതി. അന്ന് 96 ഫോണുണ്ട്, എന്നാലും വിശാലമായിട്ട് ഒരു ലെറ്ററൊക്കെ എഴുതി. ഞാൻ പറഞ്ഞു ഈ ലെറ്റർ ഒരാടയിൽ കൊടുത്തയച്ചു. ഈ ലെറ്റർ കിട്ടുമ്പോൾ ഞാൻ സ്നാനപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു, അന്നേരം ഞാൻ അതിനകത്ത് എഴുതി എനിക്കൊരു വെള്ള സാരി ആരെങ്കിലും വരുമ്പോൾ കൊടുത്തയക്കണമെന്ന് പറഞ്ഞു. അന്നേരം തിരിച്ചൊരു ഫോണിൽ തന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ വെള്ള സാരി ഞാൻ വരുമ്പോൾ എൻ്റെ ഡെഡ് ബോഡിയും കൂടെ കാണും അതിനകത്തെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എന്നെ കർത്താവ് സ്നേഹിച്ചു, കർത്താവ് വിളിച്ചുവെങ്കിൽ, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുവെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി കാണാനല്ല, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ഈ ദേശത്ത് സേവിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ സ്ത്രീ സമാജത്തിന് എല്ലാ ആക്റ്റീവ് കാര്യങ്ങൾക്കും എല്ലാം ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അച്ഛന്മാർക്കും എല്ലാവർക്കും വലിയ കാര്യവും സ്നേഹവും ആയിരുന്നു. ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ പള്ളിയിൽ വലിയ ഒരു ശൂശംപട്ടണം കലങ്ങിയെന്ന് പറഞ്ഞോണം വലിയൊരു ബഹളമൊക്കെ ഉണ്ടായി. ഇന്നാൾ പിന്നെ പോയി സ്നാനപ്പെട്ടു, അതും ആ ദേശത്ത് തന്നെ സ്നാനപ്പെട്ടു. വല്ലാത്ത ഒരു അനുഭവമായിരുന്നപ്പോൾ അന്നേരം അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നെ 3-4 ആഴ്ച വിളിച്ചില്ലായിരുന്നു. അതൊരു സത്യമാണ്. ഞാൻ ഫോണാണ്ടായിട്ട് വിളിക്കുമായിരുന്നു. അതും അമ്മച്ചി എന്ന് പള്ളിയിൽ അച്ഛന്മാരുടെ അടുത്തുമൊക്കെ പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവളെ വിളിക്കുന്നില്ല, പിന്നെ ശമ്പളം അയച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മാസം പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ ദൈവം സ്നേഹിക്കുമെങ്കിൽ കർത്താവിൻ്റെ അനുസരണക്കേടിനാനല്ല ഞാൻ പോയത്, എനിക്ക് ദൈവം ഇതിൻ്റെ മറുപടി തരണമെന്ന് പറഞ്ഞ് പിന്നെ എന്നെ അന്ന് 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ വിളിക്കാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു, സന്തോഷമായിട്ട് വിളിച്ചു. എല്ലാ മാസവും അയച്ചു തരുന്നതിൽ കൂടുതലായിട്ട് ആ മാസത്തിൽ എനിക്ക് ശമ്പളം അയച്ചു തന്നു. അങ്ങനെയൊക്കെ വലിയൊരു എൻകൗണ്ടറായിരുന്നു. ഞാൻ ആ ദിവസങ്ങളിലെല്ലാം ഞാൻ എവിടെ നിന്നിറങ്ങി ആഹാബിൻ്റെ കൊട്ടാരത്തെ ധൈര്യത്തോടെ ഏലിയാവ് ചെന്നതുപോലെ, ഫറവോൻ്റെ കൊട്ടാരത്തിൽ എവിടെ ഇറങ്ങി തിരിച്ചു മോശയ്ക്ക് ധൈര്യം കൊടുത്തതുപോലെ ആ ദേശത്ത് ഓരോ ഓർത്തഡോക്സ് കുടുംബവും ഇല്ലാതെ എല്ലാ ഭവനങ്ങളിലും കയറി ഇറങ്ങി ഞാൻ സുവിശേഷം. ഭർത്താവ് സ്നാനപ്പെട്ട് കൃപയാൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. സാക്ഷ്യങ്ങൾ മനസ്സിലായി. നമ്മുടെ സമയം പരിധി കഴിയുകയാണ്. കൃപയാൽ ഞാൻ ഒരുമിച്ചായിരുന്നു. രോഗശാന്തിയുടെയും പ്രവചനത്തിൻ്റെ ആത്മാവിനാലൊക്കെ ദൈവം എന്നെ നിറച്ചു. തീർച്ചയായിട്ടും ദൈവം നടത്തട്ടെ. കൂടുതലായിട്ട് അനേകർക്ക് ദൈവത്തിൻ്റെ വെളിച്ചം പകരുവാൻ നമ്മുടെ സഭയല്ല പ്രധാനം, അനേകര് കർത്താവിൻ്റെ വെളിച്ചത്തിലേക്ക്. അപ്പോൾ ഇന്ന് സഭയെ തീർച്ചയായിട്ടും അപ്പോൾ നമുക്കുള്ള അനുഗ്രഹവും നമുക്കുള്ള വെളിച്ചവും
അനുഭവം. അതാണ് മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം കഴിയേണ്ടത്. ഇന്നും യേശുക്രിസ്തുവിനുള്ള സുവിശേഷം അനുഭവം. പോകുന്നുണ്ട്. വളരെ സന്തോഷം. മിസ്സസ് മേരിക്കുട്ടി പണിക്കർക്ക് അനുവദിച്ചെന്ന് 2 മാർക്ക്. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിക്കുന്ന 31ാമത് ഗാനസമാഹാരം. സർവശക്തൻ സർവാധിപൻ എൻ്റെ ദൈവം യഹോവ. സർവശക്തൻ സർവാധിപൻ എൻ്റെ ദൈവം യഹോവ. അടുത്തതായിട്ട് നമ്മുടെ റൗണ്ട് ഉള്ളത് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. ആദ്യത്തെ വായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവിൻ. So he gets 2 marks. 2 മാർക്ക്. ബൈബിൾ അടയ്ക്കുക. ക്ലോസ് യുവർ ബൈബിൾസ്. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 8-ാം വാക്യം. ഞങ്ങളുടെ പ്രയത്നഫലം നഷ്ടമാക്കാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിക്കുവിൻ. Exactly. Ajito Thomas also gets it right. 2 marks for Ajito Thomas. Thank you. 3-ാമത്തെ വായന. ക്ലോസ് യുവർ ബൈബിൾസ്. നെഹമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എൻ്റെ നന്മയ്ക്കായി ഓർക്കണമേ. Exactly right. Mr. Liju Thomas gets 2 marks. അവസാനത്തെ വായന ഹോശേയ 12:5. യെസ്, രണ്ടുപേരും ഒരുപോലെ വായിച്ചു. ആരാണ് ആദ്യമേ വായിച്ചത്? 3 പേരും വായിച്ചു. ഓൾ റൈറ്റ്. അപ്പോൾ 3 പേർക്ക് ഓരോ മാർക്ക് കൊടുത്തേക്കാം. റൈറ്റ്. ഒരുപോലെ വായിച്ചു. എനിക്ക് ചെവിക്ക് അല്പം കേൾവി കുറവുണ്ട്. എൻ്റെ ചെവി 2 വിടും. 3 പേരെന്ന് പറയുമ്പോൾ 1 mark each for Ajito Thomas, Liju Thomas and മേരിക്കുട്ടി പണിക്കർ. 1 mark each. All right. Are you ready with the announcement? First place to Mr. Liju Thomas, 21 marks. Second place shared by Mrs. Mariyakutti Varghese and Merikutti Panikar. അപ്പോൾ അവിടെ ടൈ ആണ്. ടൈ ആകുമ്പോൾ ഇനി അതിലൊരാളെ എടുക്കാൻ പറ്റുള്ളൂ 2ാമത്തെ സ്റ്റേജിലേക്ക്. അതുകൊണ്ട് ആ 2 പേർക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് എനിക്ക് ബൈബിൾ ബോംബ് പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആദ്യമേ ഉത്തരം ശരിയായിട്ട് പറയുന്നവരെ ആയിരിക്കും അടുത്ത റൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. അജിത്തോ തോമസും ലിജു തോമസും 2 തോമസുമാരും ഇല്ല. 2 പേര് ഇടത്തും വലത്തും നിൽക്കുന്ന 2 സ്ത്രീരത്നങ്ങളാണ് ഇതിന് മറുപടി പറയാൻ പോകുന്നത്. ഇരമ്യാവ് ധരിച്ചിരുന്ന അരക്കച്ച എവിടെ ഒളിച്ചു വെക്കുവാനാണ് യഹോവ ഇരമ്യാവിനോട് അരുളി ചെയ്തത്? അരയിൽ. എന്തോ? അരയോട് ചേർത്ത്. അതെവിടെ ഒളിച്ചു വെക്കാനാണ് യഹോവ ഇരമ്യാവിനോട് അരുളി ചെയ്തത്? എന്തോ? അരയോട് ചേർത്തു. ആ അരക്കച്ച എവിടെ ഒളിച്ചു വെക്കാനാ പറഞ്ഞത്? ഇവിടെ അരക്കച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കുന്നോ? അത് എവിടെ ഒളിച്ചു വെക്കാനാ പറഞ്ഞത്? ദൈവം ഇരമ്യാവിനോട് പറയുന്നത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കാനായിട്ട്. എവിടെയാ? മണ്ണിൽ ഒളിച്ചു വെക്കാനോ? മണ്ണിൽ അല്ല. പറഞ്ഞ 2 പേരും പറഞ്ഞ ഉത്തരങ്ങൾ തെറ്റാണ്. ഓക്കെ, ഒരു ചോദ്യം കൂടെ. ഇത് ബോംബാണ്, അപ്പം വളരെ പ്രയാസമുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ഓക്കെ, അടുത്തത്. ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്.
കൈ ബസറെ തന്നെ വെച്ചേക്കണം. കാരണം ഉടനെ അറിയാമെങ്കിൽ ഉടനെ ഞെക്കിയേക്കണം, എന്നാലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഉത്തരം വളരെ ലളിതമായ ചോദ്യമാണ്. യിരെമ്യാ പ്രവാചകന്റെ ജന്മദേശം ഏതാണ്? യെസ്, അനാഥോത്തില്. എക്സാക്ട്ലി. മറിയക്കുട്ടി വർഗീസ്, ഷീ ഗോസ് ടു ദ നെക്സ്റ്റ് റൗണ്ട്. ദൈവകൃപയാൽ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടുതലായും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും എപ്പോഴും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവസന്നിധിയിൽ പ്രസാദകരമായി തീരുവാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.